അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി വീട് വെച്ച 1400 മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചു. ദിനംപ്രതി അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ആസാം സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ആസാമിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന 1000-ഓളം മദ്രസകളായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മയുടെ സർക്കാർ പൊളിച്ചു നീക്കം ചെയ്തതും. ഇപ്പോൾ സർക്കാർ വൈദ്യുതി പദ്ധതിക്കായി വിനിയോഗിക്കാൻ അനുവദിച്ച ഭൂമിയിലാണ് ഏകദേശം വരുന്ന 1500 കുടുംബങ്ങൾ വീട് കെട്ടി താമസിച്ചു പോരുന്നത്. ഇതിൽ 1400-ഓളം പേര് ബംഗാളി വംശജരായ മുസ്ലിങ്ങളാണ്. ദുബ്രെ ജില്ലയിലാണ് സംഭവം നടന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 1157 ഏക്കർ സർക്കാർ ഭൂമിയും ഇവർ അനധികൃതമായി കൈയടക്കി താമസിച്ചു പോരുകയായിരുന്നു. ആസാം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന് വൈദ്യുതി പദ്ധതിക്കായിട്ടായിരുന്നു ഈ ഭൂമി അനുവദിച്ചു നൽകിയതും. ഭൂമി വൈദ്യുതി പദ്ധതിക്കായി മാറ്റുന്നതിനുള്ള നിർദ്ദേശം മാർച്ച് 30-ന് ജില്ലാ ഭരണകൂടം സമർപ്പിച്ചതായും ഏപ്രിൽ 2-ന് നടന്ന ജില്ലാതല ഭൂമി ഉപദേശക യോഗത്തിന്റെ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ ഒരു മിനിറ്റ്സിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ പ്ലാന്റിനായി ആസാം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് ഏകദേശം 1289 ഏക്കർ സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ജില്ലാ ഭരണകൂടം കുടിയൊഴിപ്പിക്കൽ നോട്ടീസുകൾ മുൻകൂട്ടി തന്നെ നൽകുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുൻപ് താമസക്കാർ വീടുകൾ ഒഴിഞ്ഞു പോകണമെന്ന് അല്ലെങ്കിൽ ഇത് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിവസേന പൊതു അറിയിപ്പുകൾ അത് നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇവർ മാറാൻ തയ്യാറായിരുന്നില്ല. തുടർന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ബുൾഡോസറുകളുമായി കുടിയൊഴിപ്പിക്കൽ നടത്തുകയും ചെയ്തത്. ഇവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരൊറ്റ തവണ ആശ്വാസമായി 50,000 രൂപയും സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ച് പൊതുജനങ്ങൾക്കായി തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലർ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ ഞങ്ങൾ ആസാമിലെ തദ്ദേശീയ ജനങ്ങൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രമെന്നും അത് ഞങ്ങളുടെ ജോലി തുടർന്ന് ചെയ്യുമെന്നും ഹിമന്ത വിശ്വ ശർമ്മ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു പോരുന്നത്. കഴിഞ്ഞ മാസമാണ് ആസാം സർക്കാർ 700-ഓളം വീടുകൾക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. ബംഗാളിൽ നിന്നെത്തി സർക്കാർ ഭൂമി കയ്യേറി വീട് വെച്ച് താമസിക്കുകയായിരുന്ന ഇസ്ലാമിസ്റ്റുകളുടെ വീടുകളായിരുന്നു ഇടിച്ചു നിരപ്പാക്കിയതും. ഗോൽപാറ ജില്ലയിലെ ഭിഖ തണ്ണീർത്തട പ്രദേശത്തെ 700-ഓളം വീടുകൾക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചു. നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നേരെ ശക്തമായ നടപടിയായിരുന്നു ആസാം സർക്കാർ സ്വീകരിച്ചു വന്നതും. അനധികൃതമായി കുടിയേറിയവർക്ക് ശക്തമായ താക്കീത് നൽകിയിട്ട് പോലും അല്ലെങ്കിൽ നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു പോകാൻ ഇവർ തയ്യാറാകാത്തതിനെതിരെയായിരുന്നു നടപടി സ്വീകരിച്ചതും. ഗോൽപാറ ജില്ലയിലെ ഹസിലാബിൽ ഗ്രാമത്തിൽ അവിടെ ഭൂമി ഇവർ കൈയടക്കി വെക്കുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഒരു ദിവസം രാവിലെ വീടുകൾ ഒഴിപ്പിക്കുകയും പൊളിച്ചു മാറ്റൽ ആരംഭിക്കുകയും ചെയ്തു. അവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ബംഗാളി വംശജരായ മുസ്ലിങ്ങളാണ്. ഇത് യാഥാർത്ഥ്യത്തിൽ ഒരു തണ്ണീർത്തടം തന്നെയായിരുന്നു. 2023-ലും 2024-ലും അനധികൃത കയ്യേറ്റക്കാർക്കെതിരെ പ്രദേശം സ്വയം ഒഴിയൽ ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു. ചില ആളുകൾ ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്നു. ഇവർ സ്ഥലം വിടാൻ അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ മനസ്സ് കാണിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും നോട്ടീസ് നൽകി. ഏകദേശം 25% ആളുകളാകട്ടെ സ്വയം മാറിപ്പോവുകയും ചെയ്തു. എന്നാൽ ചില ആൾക്കാർ അവിടെ തന്നെ തമ്പടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സമാധാനപരമായി തന്നെ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇത് പൊളിച്ചു മാറ്റൽ അല്ലെങ്കിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചതായും പറയുന്നു. അതേസമയം ഈ മാസം ആദ്യം തന്നെ ഇന്ത്യൻ പൗരന്മാർ അല്ല എന്ന് കണ്ടെത്തിയവരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ വിദേശി ട്രൈബ്യൂണലുകൾ വിദേശികൾക്കായി തന്നെ പ്രഖ്യാപിച്ച വ്യക്തികളെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയത് സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.